നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മതി. ഇതിനിടയിലെ രാജു പോയതാ എല്ലാം പ്രശ്നമായത്. എല്ലാ കാര്യങ്ങളും മോള് തന്നെ ചെയ്യണ്ടേ? രാജുവേട്ടന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ടല്ലേ? പൂജ കഴിഞ്ഞ് പോയാ മതിയോന്ന് എന്നോട് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു പോയിക്കോളാൻ. അമ്മമാർക്ക് എന്തെങ്കിലും വന്നാല് അതിന്റെ സങ്കടം ചെറുതല്ലല്ലോ. എന്റെ ഇന്ദ്രജയെ, എനിക്ക് ഈ പൂജയും പരിപാടിയും ഒന്നും അറിയില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എന്നോടും വേദയോടും കൂടി ഇതെല്ലാം ചെയ്യാനാ മമ്മി പറഞ്ഞത്. പക്ഷെ അവള് മുങ്ങിക്കളഞ്ഞു. അപ്പോ പകരം എന്നെ പ്രതിയാക്കിയല്ലേ? പിന്നെ ഞാൻ തനിച്ച് എന്നിട്ട് എന്ത് ചെയ്യാനാ? വേദയ്ക്ക് നാളെ എക്സാം ആണ്. അവൾക്ക് ഒഴിഞ്ഞു മാറാൻ അത് മതി. അതുപോലെ അല്ലല്ലോ നമ്മള്. നമുക്കൊരു കാര്യം ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് വയ്ക്കാം. നമ്മളെ കൊണ്ടതല്ലേ പറ്റൂ. അത് കൊള്ളാം. വാ. അങ്ങളെ, ഇവിടെ എല്ലാം തയ്യാറായിരിക്കുകയാണല്ലോ. അല്ല, രണ്ടുപേരും പൂജയുടെ ഒരുക്കങ്ങൾ നോക്കാൻ വന്നതാണോ അതോ ഞങ്ങളെ ഇതിലൊന്ന് സഹായിക്കാൻ വന്നതാണോ? ആക്ച്വലി ഞങ്ങൾ അതിനാ വന്നത്, സഹായിക്കാൻ. എന്നാ പിന്നെ ആയിക്കോട്ടെ. മോളെ നന്ദിനി, വിളക്കും ചെമ്പുപാത്രങ്ങളൊക്കെ തേച്ച് വെളുപ്പിക്കാനില്ലേ? ഇവിടെ രണ്ടുപേരെയും കൂടെ കൂട്ടിക്കോ. വിളക്ക് തേക്കാനോ? ഡാഡി, എനിക്ക് അലർജി ഉള്ളതാ. എന്ത് അലർജി? അങ്ങനെ ഒരു അലർജിയെ പറ്റി ഞാനിതുവരെ കേട്ടിട്ടില്ല. അതെങ്ങളെ, എന്നോടൊരു അലർജി ഉണ്ട്. വേറെന്ത് അലർജിയാ നിനക്കുള്ളത്? വിജയ്ക്ക് എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ സമയമുണ്ടോ? എനിക്ക് അലർജി ഉണ്ട്. സോപ്പും ചാരവും ഒന്നും കയ്യിൽ തൊടാനേ പറ്റില്ല. എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിടാനുണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ കൂടാന്ന് കരുതി വന്നതാ ഞങ്ങള്. ഇതിപ്പോ എല്ലാം കഴിഞ്ഞല്ലോ. അതെ, ഭംഗിയായിട്ടുണ്ട്. വിജയ് വാ, നമുക്ക് പോ. എന്നാ പോട്ടെ എങ്കിൽ. ചെല്ല്. അല്ലെങ്കിലേ ഇന്ദ്രജയുടെ അലർജി നിനക്ക് പകരും. അങ്കിളിന്റെ ഒരു കോമഡി. എന്തെങ്കിലും പറയുന്നെങ്കിൽ പറയട്ടെ. നമുക്ക് പണിയെടുക്കാതെ ഒത്തല്ലോ. അതെ അതെ, അവരുടെ ഒരു ഒരുക്കങ്ങൾ. കുടുംബകാര്യത്തിൽ എന്റെ പെൺമക്കളുടെ ശ്രദ്ധ കണ്ടിട്ട് അസൂയ തോന്നുന്നുണ്ടോ നിനക്ക്? കുടുംബകാര്യങ്ങൾ എന്ന് പറഞ്ഞാലേ അസൂയയും കുശുമ്പും മാത്രമാണെന്ന് അവരുടെ വിചാരം. എന്താ ചെയ്യ? എന്താ ഈ ലൈറ്റൊക്കെ? ഇതെന്താ ഈ സംഭവം? പത്മ, ഗസ്റ്റുകൾ ഏകദേശം എത്ര പേരുണ്ടാവും? ഞാൻ കുറെ പേര് വിളിച്ചിട്ടുണ്ട്. എത്ര പേര് വരും എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞാ പറ്റൂ? നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്യാനുള്ളതല്ലേ? അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഹലോ, ഞാൻ വരാം. വരുന്നു. അച്ഛാ, എന്താ സംഭവം? ഇതെന്താ ലൈറ്റൊക്കെ? ഓ, വീട് ടോട്ടലി ചേഞ്ച് ആയിരിക്കുന്നല്ലോ. നാളെ ഇവിടെ സുഹാസിനി പൂജയല്ലേ? എന്താ സംഭവം? അത് വീട്ടിലെ സുമംഗലികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പൂജയാ. നാളെ രാവിലെയാ പൂജ. നീ നിർബന്ധമായിട്ട് ഇവിടെ ഉണ്ടാവണം. നോ 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 നോ, എനിക്ക് ഈ പൂജയ്ക്കൊന്നും നിൽക്കാൻ പറ്റില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് 1-2 പേരെ മീറ്റ് ചെയ്യാനുണ്ട്.
അതൊന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ല. എടാ, വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ എല്ലാവരും